ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു EZB അക്കാഡമി. EZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറയുന്ന ഫയർഫോഴ്സ് എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ജൂലൈ 4-ാം തീയതിയാണ് ഫയർഫോഴ്സിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസറിൻ്റെ ആയിക്കോട്ടെ, മറ്റ് ഫയർ റെസ്ക്യൂ ഓഫീസറിൻ്റെ എല്ലാം തന്നെ പരീക്ഷകൾ എന്ന് പറയുന്നത് ജൂലൈ 4-ാം തീയതിയാണ്. അപ്പം ഓൾറെഡി ഈ പറയുന്ന ഹാൾ ടിക്കറ്റും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എന്ത് ചെയ്യുക, PSCയുടെ വെബ്സൈറ്റ് കയറിയതിനു ശേഷം നിങ്ങൾ എന്ത് ഒന്ന് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ എവിടെയാണ് എക്സാമിനേഷൻ സെൻറ്റർ, അതേപോലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനും എന്ത് ചെയ്യുക ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ ഇത് ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു പേടി വെപ്പുള്ളതൊക്കെ എന്ത് ചെയ്യുക അവിടെ മാറി കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ പ്രധാനമായിട്ട് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഫയർ റെസ്ക്യൂ ഓഫീസറിൻ്റെ ഒക്കെ ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് മറ്റു കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന തസ്തികയിലേക്ക് എത്രത്തോളം പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം പേരുകളാണ് ഈ പറയുന്ന പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങളെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ജൂലൈ മാസത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന ജൂലൈ 4-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളുടെ ഒരു എണ്ണമാണ്, അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആളുകളുടെ എണ്ണമാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് 375/2025 വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ NC ഷെഡ്യൂൾ കാസ്റ്റിലേക്ക് ഏകദേശം കൊല്ലത്ത് നിന്നും ഏകദേശം 9,256 പേരാണ് എന്ത് ചെയ്യുന്നത് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ അത് NC ഷെഡ്യൂൾ കാസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ട്രെയിനിക്ക് നോക്കുകയാണെങ്കിൽ ഫയർ റെസ്ക്യൂ സർവീസസിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 4/7/2026 26/2026 മുതൽ എന്ത് ലഭിക്കും എന്നുള്ളതാണ് ഹാൾ ടിക്കറ്റ്. ഓക്കെ, എന്താണ് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ അവിടെ ലഭിച്ച് തുടങ്ങും. ഓക്കെ അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ 88,486 പേരാണ് എന്ത് ചെയ്യുന്നത് ആ തസ്തികയിലേക്ക് മാത്രം ഈ പറയുന്ന കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പം ഈ തസ്തികയിലേക്ക് മാത്രം, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്ക് മാത്രം 88,486 പേര് എന്ത് ചെയ്തു അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അല്ലെ, വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വിഭാഗത്തിലേക്കും അല്ലേ, അപ്പോൾ അത് മാത്രം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം ഈ പറയുന്ന രീതിയിൽ 13,498 പേര് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കോഴിക്കോടിലേക്ക് ഏകദേശം 50,097 പേര് എന്ത് ചെയ്തു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇഷ്ടംപോലെ പേര് എന്ത് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ദിവസങ്ങളാണ് ഉള്ളത്. നിങ്ങളുടെ മുന്നിലേക്ക് ഏകദേശം ഒരാഴ്ചയിൽ കുറവ് ദിവസങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നതെന്ന് പറയുന്നത് ഏകദേശം ഒരു നമ്മൾ 29-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ദിവസം മുതൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പുതുതായിട്ട് കിട്ടുന്ന ടോപ്പിക്കിലെടുത്ത് പഠിക്കുക എന്നുള്ളതല്ല. ഓക്കെ, ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുണ്ട്, PYQs ഉണ്ട്. ഓക്കെ, എന്താണ് PYQs ഉണ്ട്. ഈ PYQs എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇഷ്ടംപോലെ PYQs നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ PYQs ഒക്കെ എടുത്ത് വെച്ച് എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ മേഖലകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള മേഖലകളാണെങ്കിൽ അതെന്ത് ഒന്ന് എടുത്ത് വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് എന്താണ് ഇച്ചിരിയുടെ ശ്രദ്ധ ചെലുത്തി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏകദേശം നല്ലൊരു മാർക്ക് എവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും, ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അത്ര വലിയ പാടുള്ള സ്പെഷ്യൽ ടോപ്പിക്കൊന്നും ഇല്ല. അത്യാവശ്യം ഈ പറയുന്ന ഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് വരുന്നത്. ഈ പറയുന്ന ഫയർ എത്ര ടൈപ്പ് ഉണ്ട്, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഏതെല്ലാമാണ്, ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് D, ആ പറയുന്ന പ്രധാനപ്പെട്ട അതിനകത്ത് ഉപയോഗിക്കുന്ന ഏതൊക്കെ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആണ്, എങ്ങനെയാണ് ഈ ഫയർ ടാങ്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ മാർക്കുകൾ അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അതുകൂടാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ കണക്കിനും ഇംഗ്ലീഷിനും മലയാളത്തിനൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏകദേശം 10-30 മാർക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ പറയുന്ന EZB അക്കാഡമിയിലൂടെ തന്നെ ഈ പറയുന്ന മാത്സിനും മറ്റുമായിട്ട് ഈ പറയുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവിടെയും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പുതുതായി കിട്ടുന്ന ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കുക എന്നുള്ളതല്ല. പുതുതായിട്ട് നിങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കയ്യിലുണ്ടോ അത് കയ്യിൽ വെച്ചേക്കാനോടൊപ്പം തന്നെ PYQs ചെയ്ത് നോക്കുക. അപ്പോൾ PYQsമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസും പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും കൂടെ പഠിക്കാനും റിവൈസ് ചെയ്തെടുക്കാനും എന്ത് ചെയ്യും സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, പോയി ആ ജോലിയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം
അല്ലെ മറ്റ് ജോലികളെ പോലെ അല്ല ഈ പറയുന്ന രീതിയിൽ ആളുകൾക്കെല്ലാം അത്യാവശ്യം നല്ല റെസ്പെക്റ്റ് ഒക്കെ ഉള്ള ഒരു ജോലിയും കൂടിയാണ് ഈ പറയുന്ന ഫയർഫോഴ്സ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ഈ പറയുന്ന രീതിയിൽ എല്ലാവരും ഈ പറയുന്ന രീതിയിൽ ഒരു പേടിയോട് കൂടി തന്നെയാണ് പോലീസിനെ കാണുന്നത്, വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യുന്നവർ കാണുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന സ്വപ്ന ജോലിയായിട്ടുള്ള ഫയർഫോഴ്സിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന ഫയർ റെസ്ക്യൂ ഓഫീസറിലേക്ക് ഈ പറയുന്ന ഏകദേശം 88,000 വരുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഇത്രത്തോളം ആളുകൾ വരത്തില്ല, കാരണം ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തുവെങ്കിലും ഇത്രത്തോളം വരുന്ന ആളുകൾ എത്തിയത്തില്ല, എക്സാമിനേഷൻ വേണ്ടിയിട്ട് പോകത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഈ ഒരു കോമ്പറ്റീഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക്, ഇംഗ്ലീഷിലേക്ക്, മലയാളത്തിലേക്ക്, മാത്സിലേക്ക് കുറച്ച് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ തന്നെ ഏകദേശം നല്ലൊരു മാർക്ക് 19 മാർക്കിന് അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അത്യാവശ്യം ഈ പറയുന്ന ഹിസ്റ്ററിയും ജോഗ്രഫിയും സയൻസൊക്കെ അറിയാവുന്നവരാണെങ്കിൽ എങ്ങനെയായാലും സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫോക്കസ് ചെയ്ത് വെച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, ബാക്കിയുള്ള വിഷയങ്ങൾ കളയണമെന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റാണല്ലോ. അപ്പം നിങ്ങളുടെ പഠനം അനുസരിച്ച് നിങ്ങൾ മാറ്റിക്കൊണ്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അതുകൂടാതെ തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ലൈസൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലീസ് ഡ്രൈവറിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ പറയുന്ന അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ACB അക്കാഡമിയിൽ നമ്മൾ പോലീസ് ഡ്രൈവറിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്ത് നമ്മളൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും എന്ത് ചെയ്യാം, ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത ശേഷം ഈ പറയുന്ന പഠനം ആരംഭിക്കാവുന്നതാണ്. എങ്ങനെ ജോയിൻ ചെയ്യണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തെല്ലാമാണ് ഈ പറയുന്ന കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും പരീക്ഷ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ താഴെ കാണുന്ന നമ്മൾ വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ട കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, അല്ലെങ്കിൽ പറയുന്ന പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് പോയി പരീക്ഷ എഴുതി തിരികെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വരുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യുക, വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്നുള്ള എല്ലാ പ്രാർത്ഥനയോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോ നിർത്തുന്നു. താങ്ക് യു, ബൈ.